ഞാൻ പ്രതീക്ഷിച്ചു. എന്നാന്ന് ചോദിച്ചാൽ ഇന്നലെ ഇത് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് എതിർത്തില്ലെന്ന് ഇത് കേട്ടു. പിന്നെ നമ്മുടെ ഓരോ വിശ്വാസമല്ലേ, സാമ്യം അത് കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ഇടപെടലുണ്ടായപ്പം കിട്ടും എന്ന് തന്നെ ഒരു വിശ്വാസം നമുക്കുണ്ടായി. അത് പറയാൻ പറ്റിയല്ല ഞങ്ങൾക്ക്. അതിപ്പോൾ ഉണക്ക് പെണ്ണുങ്ങളൊക്കെ കരച്ചിലായിരുന്നു, നമ്മളൊക്കെ അടക്കി പിടിച്ച് പോയി. പ്രാർത്ഥന, അതെ. എല്ലാവരും പിന്തുണച്ചു. കേരളത്തിലെ ഒരു ചെറിയ പാർട്ടി ഉണ്ടെങ്കിൽ അവർ വരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അവരിവിടെ വരികയും അവർ വരെ വരികയും ആത്മാർത്ഥമായി സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതെ, ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യം. ആ കുട്ടികളുടെ ആവശ്യം കൊണ്ട് അവരാവശ്യപ്പെട്ടതനുസരിച്ച് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ടുപോകാൻ വന്ന അവർക്ക് ആഗ്രഹി വരെ ചെല്ലാനുള്ള അറിവില്ലായ്മയോ ബുദ്ധിമുട്ടോ അറിയാത്തത് കൊണ്ടായിരിക്കും അവർ ഞങ്ങൾ ദുർഗി വരെ വരാം, നിങ്ങളങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആക്കിയത്. അങ്ങനെ വന്ന അത് പോരുകയല്ല, അവിടെ തുടരുള്ളൂ. ഞങ്ങൾ പറഞ്ഞാലും അവിടെ ഇട്ടേച്ച് പോരുകയല്ല എന്നാണ് എൻ്റെ. അപ്പോൾ അവിടുത്തെ അവരോട് നമ്മൾ പറയുക, അവരൊക്കെ സത്യസന്ധമായിട്ട് കേസുകൾ ആർക്കും പിടിക്കാം. സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം. ഇതിപ്പോൾ അവിടുത്തെ പോലീസല്ല അന്വേഷിച്ചത്, ആ ഒരു പെണ്ണുങ്ങളാണ് അന്വേഷിക്കുകയും കാര്യവും ചെയ്തത്. FIR ഇട്ടത്, ഞാൻ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ FIR ഇട്ടത് ആ സ്ത്രീയാണ്. അന്വേഷിക്കാമായിരുന്നു, പക്ഷെങ്കിൽ പോലീസിനതിന് ഇട കൊടുത്തില്ല. കിട്ടുകയില്ല എന്നും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ കണക്ക് സമ്മർദ്ദം കേരളത്തിലെ ജനങ്ങളുടെ മുഴുക്കനും ഉള്ള സമ്മർദ്ദവും കൊണ്ടാണ് ഇത് കിട്ടിയത്. ഇതിലിപ്പോൾ ഇത്രയും പ്രതികൂല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി. ഞാൻ ഏറെ നാളായിട്ട് ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുകയാണ്. ഇനിയും അവിടെ തന്നെ തുടർന്നാണ് കുടുംബത്തിൻ്റെയും ഈ രീതിയിൽ തന്നെ അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, തുടരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അവരുടെ രണ്ട് പേരുണ്ട്, ഈ പറയുന്ന അങ്കമാലിലെ സിസ്റ്റർ, ഇവരുടെയൊക്കെ രീതി അനുസരിച്ച് അവിടെ തന്നെ തുടരാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇതൊരു സംഭവം ഉണ്ടായെന്നും കൊണ്ട് എറിഞ്ഞു പോരുമെന്ന് തോന്നില്ല. പലവട്ടവും ഇവിടെ വീട്ടിൽ വരുമ്പം ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ചാൽ ഇനി കാണാൻ പറ്റിയെങ്കിൽ കാണാമെന്നും പറഞ്ഞ് വരാം. അപ്പം ഇതിപ്പോൾ ഉണ്ടായി എന്ന് പറഞ്ഞ ഉടനെ അവരിട്ടേച്ച് പോരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലോട്ട് മാറ്റം മേടിച്ച് പോരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതെ, അവർ കേസ് അന്വേഷിച്ചാൽ ഒന്നുമില്ലല്ലോ. കേസെന്ന് പറയുന്ന ഇതിൽ എന്നതിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിസ്സാരം 10 രൂപയുടെയോ 15 രൂപയുടെയോ 4 പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലാഞ്ഞതിൻ്റെ ഒരു കുറ്റമല്ലേ ഇവർ ചെയ്തിട്ടുള്ളൂ, ഈ കുട്ടികൾ. ആവശ്യപ്പെടുന്നു. അതാകുന്ന പൂർണ്ണമായിട്ടും റദ്ദാക്കി കിട്ടും എന്ന വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അവർ അന്വേഷണം വെച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കേന്ദ്ര സർക്കാരും ഇടപെട്ട് അതുകൊണ്ടും ഒക്കെ കൂടെയല്ലേ ഇപ്പം ഏതായാലും ഇത് ജാമ്യം കിട്ടിയത്. പ്രധാനമന്ത്രിയും അമിത്ഷായും നമ്മൾ TV കണ്ടതല്ലേ.